പെരുമ്പാവൂരിൽ മോഷണക്കുറ്റം ആരോപിച്ച് യുവാവിനെ തല്ലിക്കൊന്നു. ഇതര സംസ്ഥാനക്കാരനെയാണ് അടിച്ചു കൊന്നത്. ഇതര സംസ്ഥാന തൊഴിലാളിയുടെ താമസ സ്ഥലത്ത് കടന്ന് മൊബൈൽ മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്നാണ് ആരോപണം. സംഭവത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിലായി. ബിനിൽ വിവരങ്ങളായ ബിനിൽ, ഞെട്ടിക്കുന്ന ഒരു സംഭവമാണല്ലോ. ആരാണ് കൊല്ലപ്പെട്ടത്? വിവരങ്ങൾ. രതീഷ, വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നിടത്ത് കടന്നു കയറി മൊബൈൽ മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചുകൊണ്ടാണ് യുവാവിനെ ഒരു സംഘം അടിച്ച് കൊന്നിരിക്കുന്നത്. ഇവിടെ താമസിച്ചിരുന്ന 6 ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇയാളെ മോഷണക്കുറ്റം ആരോപിച്ച് ആക്രമിച്ചത്. ആക്രമണത്തിൽ അപ്പോൾ തന്നെ ഇയാൾ മരിച്ചു എന്നതാണ് ഇതിന്റെ ക്രൂരത വ്യക്തമാക്കുന്നത്. അതായത് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ഈ യുവാവ് മരിച്ചിരുന്നു. ഇയാൾ എവിടെ നിന്നുള്ളതാണ് എന്നത് സംബന്ധിച്ച് യാതൊരു വിവരവും പോലീസ് ലഭ്യമായിട്ടില്ല. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. അതിനുവേണ്ടിയുള്ള ശ്രമം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് 6 അസം സ്വദേശികളെയാണ്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നമ്മുടെ സംസ്ഥാനത്ത് പലയിടത്തും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോൾ ആവർത്തിക്കപ്പെടുന്നുണ്ട്. നേരത്തെ വോളയാറിലടക്കം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ മോഷണ കുറ്റം ആരോപിച്ചുകൊണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് കടന്നു കയറി എന്ന ആരോപണത്തിലാണ് ഈ യുവാവിനെ ഇവർ ആക്രമിച്ചിരിക്കുന്നത്. മൊബൈൽ ഫോൺ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും പിടികൂടിയിട്ടുണ്ടോ? ഇപ്പോൾ പെരുമ്പാവൂരിൽ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വേണ്ടി പ്രത്യേകമായ ഡ്രൈവ് ഉൾപ്പെടെ നേരത്തെ പോലീസ് ആലോചിച്ചിരുന്നല്ലോ. അത്തരം പരിശോധനകളും ഇടപെടലുകളും ഒക്കെ ഇപ്പോൾ നടക്കുന്നുണ്ടോ? അവിടുത്തെ ക്രൈം റേറ്റ് ഒക്കെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ? രതീഷ്, ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉള്ള സ്ഥലങ്ങളിൽ ക്രൈം റേറ്റുകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത എറണാകുളം റൂറൽ പോലീസ് ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ലഹരി പരിശോധനകളടക്കം ശക്തമാക്കുകയും പോലീസിന്റെ കർശനമായ ചില ഇടപെടലുകൾ ഉണ്ടാകുകയൊക്കെ തന്നെ ചെയ്തത്. എന്തായാലും ഈ കേസിൽ ഉൾപ്പെട്ടവരെ ഉടൻ തന്നെ പോലീസിന് പിടിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 6 പേർക്കും സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സൗകര്യം കിട്ടിയില്ല. അവരെ അപ്പോൾ തന്നെ പോലീസ് പിടികൂടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇവരെ പെരുമ്പാവൂർ സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു വരുന്നു. ഈ മൊബൈൽ ഫോൺ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി വ്യക്തത വരാനിരിക്കുന്നു. എന്തായാലും മോഷണ കുറ്റം ആരോപിച്ചുകൊണ്ടാണ് ഇവരുടെ താമസ സ്ഥലത്ത് കടന്നു കയറിയ ഇതര സംസ്ഥാനക്കാരനെ ഈ 6 പേർ ചേർന്ന് അടിച്ച് കൊന്നിരിക്കുന്നത്. ഇവരുടെ ക്രൂരമായ മർദ്ദനത്തിന് ശേഷം ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ഈ യുവാവ് മരിച്ചിരുന്നു. ഞെട്ടിക്കുന്ന സംഭവമാണ്. പെരുമ്പാവൂരിലാണ് ഒരു യുവാവിനെ അടിച്ചു കൊന്നത്. മോഷണക്കുറ്റം ആരോപിച്ചാണ് അടിച്ചു കൊന്നത്. ഇതര സംസ്ഥാനക്കാരനെയാണ് അടിച്ചു കൊന്നത് എന്നതാണ് പുതിയ അപ്ഡേറ്റ്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് മൊബൈൽ മോഷ്ടിക്കാൻ എത്തി എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. കൂടുതൽ ചോദ്യം ചെയ്യലിൽ വ്യക്തതയുണ്ടാകും. ബിനിലാണ് വിവരങ്ങൾ നൽകിയത്.